വെൽക്കം ടു ദൻ മലയാളം. സോ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഒരുപാട് പേരുടെ പുതുതായിട്ട് മാർക്കറ്റിലേക്ക് കടന്നു വരുന്നവരുടെ കൺഫ്യൂഷൻസ് ആണ്. എന്താണ് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ്, എന്താണ് ഈക്വിറ്റി, എഫ് ആൻഡ് ഒയിൽ എഫ് എന്ന് പറയുന്ന ഫ്യൂച്ചേഴ്സ്, ഒ എന്ന് പറയുന്ന ഓപ്ഷൻസ്. സോ ഇത്തരം കാര്യങ്ങളെ പറ്റി പഠിക്കുന്ന നമ്മളൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ലെസൺ എന്ന് പറയുന്നത് നമ്മൾ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്, വാട്ട് ഈസ് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ്, അതിന് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നു. അപ്പോൾ ഈക്വിറ്റിയിൽ നിന്നും നമ്മൾ എന്താ പറയുക, ഈക്വിറ്റി ട്രേഡിങ്ങിൽ നിന്നും നമ്മൾ എഫ് ആൻഡ് ഒ ട്രേഡിലേക്ക് വരുമ്പോൾ അതിനെ എന്ത് പറയുന്നു, അതിനെ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നു. എഫ് ആൻഡ് ഒനെ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് ഡെറിവേറ്റീവ്സ്, അതിനെപ്പറ്റി നമ്മൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് ആരംഭിക്കാം. So what is equity, what is derivatives? Okay, let's begin. Derivatives എന്ന് പറയുന്നത് നമ്മുടെ മുൻകാലങ്ങളിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ആകെ ഉണ്ടായിരുന്നത് ഈക്വിറ്റീസ്, അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ സ്റ്റോക്ക് മാത്രമായിരുന്നു. വാട്ട് ഈസ് എ സ്റ്റോക്ക്? ഒരു സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? സപ്പോസ് നിങ്ങൾ ഒരു വ്യക്തിയുടെ കയ്യിൽ ഒരു വാഹനമുണ്ടെന്ന് സങ്കല്പിക്കുക. ഇവിടെ നമ്മൾ ഒരു കൊമേഴ്ഷ്യൽ വെഹിക്കിൾ, ഒരു ബസ്. ഓക്കെ, നിങ്ങൾ 10 സുഹൃത്തുക്കൾ ചേർന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ കമ്പൈൻഡ് ആയിട്ട് പാർട്ട്ണർഷിപ്പിൽ നിങ്ങളൊരു സ്ഥാപനം തുടങ്ങിയിട്ട് നിങ്ങൾ ഇനി ഒരു ബസ് വാങ്ങുകയാണ്. ബസ്സിൻ്റെ വില എത്രയാണ്? 10 ലക്ഷം രൂപ. ഓക്കെ, ബസ്സിൻ്റെ വില എത്രയാണ്? 10 lakhs rupees. അപ്പോൾ 10 lakhs rupees എന്ന് പറയുന്നതിനെ നിങ്ങളുടെ സുഹൃത്തുക്കൾ എത്ര പേരാണ്? 10 പേര് അല്ലേ? അപ്പോൾ 10 പേര് ചേർന്നിട്ട് ഈ ബസ്സിനെ ഈക്വലായിട്ട് നിങ്ങൾ പാർട്ട്ണർഷിപ്പിൽ ചേരുമ്പോൾ ഓരോരുത്തരും 10 ലക്ഷത്തിന് എത്ര വെച്ചാൽ നിക്ഷേപിക്കേണ്ടുന്നത്? 1 lakh വെച്ചിട്ട്. സോ ബസ്സിന്റെ വില എത്രയാ? 10 lakhs. നിങ്ങൾക്ക് ഓരോരുത്തരും നിങ്ങൾ നിക്ഷേപിക്കേണ്ടുന്ന തുക എത്രയാണ്? 1 lakh. സോ ഓൾ ടുഗദർ 1 lakh into 10 is equal to 10 lakhs. അപ്പോൾ ഇവിടെ ബസ് എന്ന് പറയുന്നത് നിങ്ങൾ എന്തായിട്ട് സങ്കല്പിക്കുക? സ്റ്റോക്കായിട്ട് സങ്കല്പിക്കുക. ഓക്കെ, അപ്പോൾ അതിലേക്ക് നിക്ഷേപിച്ചതിൽ മൊത്തം എത്ര പേരാണ്? 10 പേരാണ്. ആ 10 പേരെ നമ്മൾ എന്ത് പറയുന്നു? ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നു അല്ലേ? ബസ്സിനെ ഒരു സ്റ്റോക്കായിട്ട് സങ്കല്പിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ആ ഒരു എൻറ്റയർ ബസ് യൂണിറ്റ് നമ്മൾ സ്റ്റോക്ക് എന്ന് പറയുന്നു. അതിൽ നിക്ഷേപിച്ച് അതിനെ മൊത്തത്തിൽ ഓണർഷിപ്പ് ഇപ്പോൾ ഈ 10 പേരുടെ കയ്യിലും ആ ബസ്സിനെ സ്പ്ലിറ്റ് ചെയ്ത് 10 ഡിവൈഡ് ചെയ്ത് 10 പേരായിട്ട് ഓണർഷിപ്പ് അവരുടെ കയ്ക്ക് കൊടുക്കുന്നു. സോ അപ്പോൾ 10 into 1 lakh is equal to 10 lakhs. അങ്ങനെ എന്താ പറയുക, 10 ലക്ഷത്തിന് 10 പേര് സ്പ്ലിറ്റ് ചെയ്ത് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയപ്പോൾ 10 പേർക്കും അതിന്റെ ഓണർഷിപ്പ് ലഭിച്ചു. അതേമാതിരി കമ്പനിയെ സങ്കല്പിച്ച് നോക്കൂ. ഒരു വലിയ കമ്പനിയുടെ ഷെയർസ് ലക്ഷക്കണക്കിന് ഷെയർസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു, ഡിഫറെന്റ് ഷെയർസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ആ സ്പ്ലിറ്റിൽ നിന്നിട്ട് ഓരോ യൂണിറ്റ്സും അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആൾക്കാർ ഡിഫറെന്റ് യൂണിറ്റ്സ്, കപ്പാസിറ്റി ഉള്ളവർ കൂടുതൽ യൂണിറ്റ്സ് വാങ്ങുന്നു. ഒരു ഷെയർ നിങ്ങൾ വാങ്ങിച്ചാൽ പോലും നിങ്ങളും അതിന്റെ ഷെയർ ഹോൾഡർ ആകുന്നു. അപ്പോൾ വാട്ട് ഈസ് എ സ്റ്റോക്ക്? കമ്പനി മൊത്തത്തിൽ എന്തെന്ന് വിളിക്കാം? നമുക്ക് സ്റ്റോക്ക് എന്ന് വിളിക്കാം. കമ്പനിയുടെ മൊത്തം ഷെയർസിന് നമുക്ക് സ്റ്റോക്ക് എന്ന് വിളിക്കാം. അതിന്റെ ഓരോ യൂണിറ്റിനെയും നമുക്ക് എന്തെന്ന് വിളിക്കാം? ഷെയർ എന്ന് വിളിക്കാം. സോ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റോക്ക് ആൻഡ് ഷെയർ നിങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. സോ ദ നെക്സ്റ്റ് പോയിന്റ് ഈസ്, അപ്പോൾ സ്റ്റോക്കിനെ തന്നെ നമുക്ക് ഇനിയൊരു പേര് പറയുന്നു, ഈക്വിറ്റി എന്ന് വിളിക്കുന്നു. ഓക്കെ, ഈക്വിറ്റി അല്ലെങ്കിൽ ഈക്വിറ്റീസ് എന്നൊക്കെ നമുക്ക് ടെർമിനോളജീസ് പലതരത്തിലുണ്ട്, നിങ്ങൾ അതൊക്കെ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഓക്കെ, സോ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് വാട്ട് ഈസ് ഫ്യൂച്ചർ. അപ്പോൾ ഈക്വിറ്റി നമ്മൾ കണ്ടെത്തി. അപ്പോൾ ഈക്വിറ്റി കിട്ടിയെങ്കിൽ അപ്പോൾ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? സിമ്പിൾ അല്ലേ? ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ സിമ്പിൾ എന്ന് പറഞ്ഞാൽ, ഫ്യൂച്ചർ എന്ന് പറയുന്നതിന് മുന്നേ നമ്മൾ അതിനൊരു പേര് മൊത്തത്തിൽ കൊടുക്കുന്ന പേരാണ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന മുൻകാലങ്ങളിൽ ട്രേഡിങ്ങിന് ആകെ ഈക്വിറ്റീസ് മാത്രമേ എന്ത് ചെയ്യാൻ അനുവാദം ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു ഓപ്ഷൻ മാത്രമേ സ്റ്റോക്ക് മാർക്കറ്റിലൂടെ ഒരു ട്രേഡറിന് നമുക്ക് ഈക്വിറ്റീസ് വിലയ്ക്ക് വാങ്ങുക, കൂടിയ വില വരുമ്പോൾ അവർ വിൽക്കുക എന്നുള്ള രീതിയിൽ മാത്രം നടന്നുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ വളരെയധികം പാർട്ടിസിപ്പേഷൻ കുറവായിരുന്നു, ലിക്വിഡിറ്റി കുറവായിരുന്നു, സ്റ്റോക്സ് പല മാനിപ്പുലേഷൻസ് ഒക്കെ നടന്നിരുന്നു. സോ അത് മാത്രമല്ല, ചെറുകിട ഒരു കുറച്ച് ക്യാപിറ്റൽ ഉള്ളവർക്കൊന്നും സ്റ്റോക്ക് മാർക്കറ്റിൽ പങ്കെടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. സോ ഇത്തരം സാഹചര്യങ്ങൾക്ക് ഒരു എന്താ പറയുക, അതിൽ നിന്നും മാറി സ്റ്റോക്ക് മാർക്കറ്റിനെ കുറച്ചുകൂടെ ജനകീയമാക്കുക, ഒരുപാട് പങ്കാളിത്തം കൊണ്ടുവരിക, അതിലൂടെ മാർക്കറ്റിൽ എന്താ പറയുക നല്ല ക്യാഷ് ഇൻഫ്ലോ ഉണ്ടാക്കിയെടുക്കുക, അതിലൂടെ പല എന്താ പറയുക ട്രേഡേഴ്സിനും അതൊരു പ്രചോദനമാകുക
ആകുക, കൂടുതൽ മാർക്കറ്റിൽ ട്രേഡേഴ്സിനെ ആകർഷിക്കുവാൻ വേണ്ടിയിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് എന്ത് ചെയ്തു? ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിൽ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ഫോർവേഡ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഫോർവേഡ് കോൺട്രാക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അതിൽ ഒരുപാട് ന്യൂനതകൾ ഉണ്ടായി. എന്താണെന്ന് വെച്ചാൽ ഫോർവേഡ് അന്നത്തെ കാലത്തൊക്കെ നമുക്കറിയാലോ ട്രേഡിംഗ് ഒക്കെ എങ്ങനെ നടന്നിരുന്നു. ഇതേമാതിരി നമ്മൾ ഓൺലൈനിൽ ഒറ്റ ക്ലിക്കിൽ നമുക്ക് ഷെയർസ് വാങ്ങുക, ഒറ്റ ക്ലിക്കിൽ വിൽക്കുക എന്നൊന്നും സാധ്യമല്ലാത്ത കാലമായിരുന്നു അല്ലേ? TVസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പല സിനിമകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഉള്ളിൽ ആൾക്കാർ കിടന്ന് വിളിക്കുന്ന ബഹളം വെക്കുന്നതൊക്കെ നിങ്ങൾ ഇവിടെ നോക്കിയാൽ അറിയാം, ഈ ഇമേജ് നോക്കിയാൽ അറിയാം. അതിനകത്ത് ഒരുപാട് എന്താ പറയുക ആൾക്കാരുടെ ബഹളവും അതും ഇതുമായിട്ടൊക്കെ അങ്ങനെ അടികൂടിയൊക്കെ വെറും മാനുവൽ ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ സ്റ്റോക്ക് സർട്ടിഫിക്കറ്റ്സ്, മാനുവലി പ്രിന്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് എക്സ്ചേഞ്ചസിലൂടെയും മറ്റും വളരെ എന്താ പറയുക ലിമിറ്റഡ് ആയിട്ടുള്ള കൺസർവേറ്റീവ് ആയിട്ടുള്ള ട്രേഡിംഗ് എൻവിറോൺമെന്റിലൂടെ മാത്രമായിരുന്നു ഷെയർസ് വാങ്ങുകയും വിൽക്കപ്പെടുകയും ചെയ്തിരുന്നത്. സോ അത്തരം സാഹചര്യങ്ങൾ വന്നപ്പോൾ എന്താ സംഭവിക്കുക? ഇതേ ഫോർവേഡ്സിനെയും അതിലൂടെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. അപ്പോൾ എന്ത് സംഭവിച്ചു? ഫോർവേഡിന്റെ ഒരു ന്യൂനത എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ അതിനെ റെഗുലേറ്റ് ചെയ്യാൻ എന്താ പറയുക ഒരു തേർഡ് പാർട്ടി ഇല്ലാണ്ട് പോയി. അതായത് അന്നത്തെ കാലത്ത് ഷെയർസ് പരസ്പരം സ്റ്റോക്ക് എക്സ്ചേഞ്ച് പോലും ഇല്ലാണ്ട് തന്നെ രണ്ട് പാർട്ടികൾ കയ്യിൽ ഷെയർ, എൻ്റെ കയ്യിൽ ഷെയർ ഉണ്ട്, ഞാൻ നിനക്ക് ഇത്ര രൂപയ്ക്ക് തരാമെന്ന് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എന്താ പറയുക ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുക. എന്നിട്ട് അവർ തന്നെ എന്താ പറയുക ഞാൻ ഒരു മാസം കഴിഞ്ഞ് കുറച്ച് കാശ് നീ കയ്യിൽ വെച്ചോ, ഞാൻ ബാക്കി പിന്നെ തരാമെന്ന് പറയുന്നു. എന്നിട്ട് അവർ ആ ഷെയർ എക്സ്ചേഞ്ചിൽ കടക്കുന്നു. അവർ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യക്തിപരമാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അത് രണ്ടു കൂട്ടരും അതിനെ ഫെയിൽ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു. അത്തരം ഫെയിൽ ചെയ്യുന്ന സാഹചര്യങ്ങൾ ചുരുക്കിയ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഫാർമറിന്റെ കേസ് എടുക്കാം. ഒരു കർഷകൻ കൃഷി ചെയ്യുന്ന വിളവെടുക്കുന്നത് അത് എന്തോ ആയിക്കോട്ടെ, പയർ കൃഷി ചെയ്യുന്നു, ഒരു ഏക്കറിൽ പയർ കൃഷി ചെയ്യുന്നു. പുള്ളിക്കാരൻ 3 മാസം കഴിയുമ്പോൾ 1 ടൺ പയർ ലഭിക്കും, കിലോയ്ക്ക് 100 രൂപ വെച്ച് ഞാൻ അന്ന് വാങ്ങിച്ചു കൊള്ളാം എന്നൊരു മിഡിൽ മാൻ ആദ്യമേ തന്നെ 3 മാസങ്ങൾക്ക് മുന്നേ തന്നെ അവർ തമ്മിൽ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു. കോൺട്രാക്റ്റിൽ ഏർപ്പെടുത്തിട്ട് അപ്പോൾ കിലോയ്ക്ക് 100 രൂപ വെച്ച് 1 ടൺ എന്ന് പറയുമ്പോൾ എത്രയായി? 1 ലക്ഷം രൂപയായി മൊത്തം വില അല്ലെ? ആ 1 ലക്ഷം രൂപയ്ക്ക് അദ്ദേഹം ഒരു 25,000 രൂപ അഡ്വാൻസ് കൊടുക്കുന്നു. ബാലൻസ് എമൗണ്ട് വിളവെടുക്കുന്ന സമയത്ത് തരാമെന്ന് പറയുന്നു. ഇതിൽ രണ്ടുപേരും എന്താ ഇതിന്റെ ഫാർമർ എന്ന് വിചാരിക്കുന്നു, ഓക്കെ 3 മാസം കഴിയുമ്പോൾ എനിക്ക് കൃത്യമായിട്ടും 1 ലക്ഷം രൂപ കിട്ടും. അത് ചിലപ്പോൾ മാർക്കറ്റ് വില അന്ന് ചിലപ്പോൾ കൂടുതലായിരിക്കാം അല്ലെങ്കിൽ കുറവായിരിക്കാം, പക്ഷെ എനിക്ക് ഒരു താങ്ങ് വില, എനിക്കൊരു പ്രൊട്ടക്റ്റഡ് റേറ്റ് കിട്ടും എന്നുള്ള ഒരു കൺക്ലൂഷനിൽ അദ്ദേഹം ആ കോൺട്രാക്ട് ഏർപ്പെടുന്നു. വാങ്ങാൻ നിശ്ചയിക്കുന്നവൻ എന്ത് വിചാരിക്കുന്നു? 3 മാസം കഴിയുമ്പോൾ ആ ഒരു പ്രോഡക്റ്റിന്റെ വില മാർക്കറ്റിൽ 100ന് മുകളിൽ വിൽക്കാം അല്ലെങ്കിൽ 150 രൂപ വാട്ടെവർ കൂടുതൽ റേറ്റ് ഉണ്ടാകും എന്നുള്ള സാഹചര്യത്തിൽ ഡിമാൻഡ് കൂടും. സോ അതനുസരിച്ച് കൂടുതൽ വിലയ്ക്ക് വിൽക്കാം എന്നുള്ള ഒരു കൺക്ലൂഷനിൽ അദ്ദേഹവും ഏർപ്പെടുന്നു. പക്ഷെ 3 മാസം കഴിയുമ്പോൾ വിളവെടുക്കുന്ന സമയത്ത് 2 സിനാരിയോസും സംഭവിക്കാം. ഒന്നുകിൽ മാർക്കറ്റിൽ വില 100ലും ഒരുപാട് താഴെ പോയെന്ന് വരാം. അത്തരം സാഹചര്യം വരുമ്പോൾ കർഷകന്റെ കയ്യിൽ നിന്നും 100 രൂപയ്ക്ക് വാങ്ങിക്കൊള്ളാം എന്ന് പറയുന്ന അഡ്വാൻസ് കൊടുത്ത ആളെ ചിലപ്പോൾ പിന്നെ വിളിച്ചാലും കിട്ടത്തില്ല, പിന്നെ അദ്ദേഹം ആ ഏരിയയിൽ പോലും വന്നെന്ന് വരത്തില്ല. പോയ 25,000 രൂപ നഷ്ടം വന്നാലും കുഴപ്പമില്ല എന്ന് കരുതി അദ്ദേഹം ഈ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാതെ ഒരു എന്താ പറയുക ഫാർമറിന്റെ ഒരു പ്രൊട്ടക്ഷനും ഇല്ലാത്ത രീതിയിൽ അദ്ദേഹത്തിന് അതിൽ നിന്നും ഒഴിയാൻ സാധിക്കും. അത് സാധിക്കും എന്നല്ല, അങ്ങനെ സംഭവിക്കുന്നുണ്ട്. പല സാഹചര്യത്തിലും അങ്ങനെ സംഭവിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. അതേമാതിരി തിരിച്ചും സംഭവിക്കാം. വില ഒരുപാട് കൂടുന്ന സാഹചര്യം വരുമ്പോൾ ഈ കർഷകൻ തന്നെ എനിക്ക് കൂടുതൽ വില തന്നാലേ ഞാൻ ഇനി തരത്തുള്ളൂ എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന കേസസ് ഉണ്ടാവും. സോ ബോത്ത് സൈഡ്സ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇതിനെ റെഗുലേറ്റ് ചെയ്ത് 100 രൂപയ്ക്ക് നീ കൊടുക്കാൻ സമ്മതിച്ചോ എന്നാൽ കൃത്യമായിട്ട് അത് കൊടു, അതേമാതിരി 100 രൂപയ്ക്ക് നീ വാങ്ങാമെന്ന് ഏറ്റോ എന്നാൽ കൃത്യമായിട്ട് ആ തുക കൊടുത്ത് അത് വാങ്ങുക. നീ അത് എത്ര രൂപയ്ക്ക് വിൽക്കുന്നു എന്നൊന്നും ഇവിടെ പ്രശ്നമല്ല എന്ന് കറക്റ്റായിട്ട് രണ്ടുപേരെയും നിർബന്ധപൂർവം ആ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന ഒരു തേർഡ് പാർട്ടിയുടെ ഒരു അഭാവം ഉണ്ടായിരുന്നു. അങ്ങനെ ഫോർവേഡ് കോൺട്രാക്ട്സ്, അതിനെ പറയുന്ന പേരാണ് OTC കോൺട്രാക്ട്സ്, ഓവർ ദി കൗണ്ടർ കോൺട്രാക്ട്സ്. കൗണ്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. നിങ്ങളൊരു റിസപ്ഷൻ സങ്കല്പിച്ചു നോക്കൂ. ഒരു ഹോട്ടൽ റിസപ്ഷനിൽ ഹോട്ടലിൽ റൂം എടുക്കാൻ പോകുന്നു. അപ്പോൾ റിസപ്ഷനിസ്റ്റ് എവിടെയാണ് നിൽക്കുന്നത്? ഒരു കൗണ്ടർ കാണും അല്ലെ? ആ കൗണ്ടറിന്റെ പുറകിൽ ആര് നിൽക്കുന്നുണ്ട്? റിസപ്ഷനിസ്റ്റ് നിൽക്കുന്നുണ്ട്. നടുവിൽ കൗണ്ടറുണ്ട്, നമ്മൾ പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ പക്ഷേ ഫോർവേഡ് കോൺട്രാക്ട്സിനകത്ത് ഈ കൗണ്ടർ എന്നൊരു സാധനം ഇല്ല.
പകരം അവിടെ പാർട്ടീസ് രണ്ടുപേരും പുറത്തു നിന്ന് അവർ തന്നെ സ്വയം അതിനെ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു, അതിൽ പാളിച്ചകൾ സംഭവിക്കുന്നു. എന്നാൽ കൗണ്ടറിനുള്ളിൽ കൃത്യമായ രീതിയിൽ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചാൽ നമ്മൾക്ക് അതനുസരിച്ചിട്ട് നമുക്ക് എന്താണോ അവർ ഓഫർ ചെയ്യുന്ന സർവീസ്, കൃത്യമായിട്ട് സർവീസോ പ്രോഡക്റ്റോ കൃത്യമായിട്ട് തരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്തുണ്ടാവും? അപ്പോൾ അവിടെ ഒരു കൺട്രോൾഡ് മാനേജ്ഡ് ആയിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നു എന്നർത്ഥം. അപ്പോൾ അതിനെ പരിഷ്കരിച്ചിട്ടാണ് ഫ്യൂച്ചേഴ്സ് എന്ന് പറഞ്ഞ ഒരു പ്രോഡക്റ്റ് രണ്ടാമത് ഫോർവേഡിനെ പരിഷ്കരിച്ച് ഫ്യൂച്ചേഴ്സ് ഉണ്ടാക്കി. ഫ്യൂച്ചേഴ്സിന്റെ ഗുണം എന്താണ്? ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത് ഇനി അടുത്ത ഇതാണ് ഫ്യൂച്ചേഴ്സിന്റെ എന്താണ് ഫ്യൂച്ചർ എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി. ഇനി വാട്ട് ഈസ് ഫ്യൂച്ചർ? അപ്പൊ ഈ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ള, ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഒരു ഡെറിവേറ്റീവ് ആണല്ലോ. ഇപ്പൊ എന്തിനെയാണ് ഫ്യൂച്ചർ എന്ന് വിളിക്കുക? ഇപ്പൊ നമുക്ക് റിലയൻസ് ഉണ്ട്, റിലയൻസിന്റെ ഫ്യൂച്ചേഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഓക്കെ. ശക്തി പമ്പ് നോക്കൂ, അതിന് ഫ്യൂച്ചേഴ്സ് ഉണ്ടോ? ഇല്ല. അതിന് ഡെറിവേറ്റീവ്സ് ഇല്ലാത്തത് കൊണ്ട് ഫ്യൂച്ചേഴ്സും ഇല്ല, ഓപ്ഷൻസും ഇല്ല. റിലയൻസിന് ഡെറിവേറ്റീവ്സ് സെഗ്മെന്റിൽ ഉള്ളത് കൊണ്ട് അതിന് ഫ്യൂച്ചേഴ്സും ഉണ്ട്, ഓപ്ഷൻസും ഉണ്ട്. അപ്പൊ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന സാധനം ഡിറൈവ് ചെയ്തെടുക്കുന്നത് എന്നർത്ഥം. ഇപ്പോ നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ഉണ്ടോ? ഉണ്ട്. നിഫ്റ്റി എന്ന് പറയുന്ന ഇൻഡെക്സിനെ അതിന്റെ ടോട്ടൽ ഇൻഡെക്സിൽ നിന്നും ഫ്യൂച്ചറിനെ ഡിറൈവ് ചെയ്ത് അതിന്റെ അണ്ടർലൈങ് അസറ്റ് ഏതാണ്? അത് നിഫ്റ്റിയുടെ സ്പോട്ട് തന്നെയാണ്. അതേമാതിരി റിലയൻസിന്റെ ഫ്യൂച്ചേഴ്സ് എന്ന് പറയുമ്പോൾ റിലയൻസ് എന്ന് പറയുന്ന ഈക്വിറ്റി ഷെയർ എന്താണോ ആ ഈക്വിറ്റി ഷെയറിന്റെ അതിൽ നിന്നും ഡിറൈവ് ചെയ്തെടുത്ത് ഈക്വിറ്റി ഷെയർ റിലയൻസ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഫ്യൂച്ചേഴ്സിന്റെ വാല്യൂ മുകളിലേക്ക് പോകും. റിലയൻസ് താഴ്പോട്ടേക്ക് വരികയാണെങ്കിൽ ഫ്യൂച്ചേഴ്സിന്റെ വാല്യൂ താഴ്പോട്ടേക്ക് വരും. സിമ്പിൾ ലോജിക്. ഇനി വളരെ ലേമാൻ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ നിങ്ങളൊരു നാളികേരം എടുക്കുക. നാളികേരത്തിനെ നമുക്ക് എന്തൊക്കെ തരം പ്രോഡക്റ്റുകളായിട്ട് നമുക്ക് അതിൽ നിന്നും ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും, സ്പ്ലിറ്റ് എടുക്കാൻ പറ്റുന്ന എന്തൊക്കെയായിരിക്കും? കോക്കനട്ട് ഓയിൽ എടുക്കാം, അല്ലേ? കോക്കനട്ട് പൗഡർ എടുക്കാം, കോക്കനട്ട് പിറ്റ് എടുക്കാം, കോക്കനട്ട് ഷെൽ എടുക്കാം. ഇങ്ങനെ ഒരുപാട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോഡക്ട്സ് ഉണ്ട്. നിങ്ങൾ അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കൂ, കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, കോക്കനട്ട് പിറ്റ്, കോക്കനട്ട് ഷെൽ, ഇത്രയും നമുക്കൊരു എക്സാമ്പിളിന് എടുക്കാം. 4 പ്രൊഡക്ട്സ് എടുക്കാം. അപ്പോൾ ഈ ഡെറിവേറ്റീവ് എന്ന് പറയുന്നതിന് നമ്മൾ 4ആയിട്ട് തരംതിരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഈ കോക്കനട്ട് എന്നൊരു സാധനം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഡെറിവേറ്റീവ് ഉണ്ടാവുമോ? ഉറപ്പായിട്ടും ഉണ്ടാവില്ല, അല്ലേ? കോക്കനട്ട് ഇല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ ഉണ്ടാവുമോ? ഒരിക്കലും സാധ്യമല്ല. അതേമാതിരി അണ്ടർലൈങ് അസറ്റ് ആയിട്ടുള്ള ഇക്വിറ്റി എന്ന് പറയുന്ന അണ്ടർലൈങ് അസറ്റ് ഇല്ലാതെ ഒരു കാരണവശാലും നമുക്ക് ഡെറിവേറ്റീവ്സ് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ റിലയൻസ് ഇവിടെ നിങ്ങളിപ്പോൾ കോക്കനട്ട് ആയിട്ട് ആരെ സങ്കല്പിക്കുക? ഇപ്പോൾ റിലയൻസ് എടുത്തു കഴിഞ്ഞാൽ റിലയൻസിന്റെ സ്റ്റോക്ക് അല്ലെങ്കിൽ ഈക്വിറ്റി ആണ് എന്താണ് ഇവിടുത്തെ കോക്കനട്ട്. അപ്പോൾ റിലയൻസിന്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് എന്താണ്? നാളികേരത്തിൽ നിന്നും നമ്മൾ ഓയിൽ ഉണ്ടാക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ അതിൽ ഒരു പ്രോഡക്റ്റ് ഓയിലാണെങ്കിൽ നിങ്ങൾ അതിനെ ഫ്യൂച്ചറായിട്ട് സങ്കല്പിക്കാം. ഇനി റിലയൻസിന്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് എന്താണ്? കോക്കനട്ട് പൗഡർ എന്ന് പറയുന്ന ഇനിയൊരു പ്രോഡക്റ്റ് നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനെ റിലയൻസിന്റെ ഫ്യൂച്ചറായിട്ട് ഓപ്ഷനായിട്ട് സങ്കല്പിക്കാം. പിന്നെ ഇനിയും 4 പ്രൊഡക്റ്റുകളുണ്ട്, ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ സെഗ്മെന്റിലാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് നമ്മളിപ്പോൾ ഒരു ബിഗിനേഴ്സിന് ഓപ്ഷൻ ട്രേഡിങ്ങിന്റെ ബിഗിനേഴ്സിന്റെ ഒരു മാസ്റ്റർ ക്ലാസ്സിന്റെ ആരംഭമാണ്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റിൽ രേഖപ്പെടുത്തുക. നെക്സ്റ്റ് സെഷനിൽ നമ്മൾ എന്താണ് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് എന്നും അതിന്റെ ഡിഫറൻസ്, ഫസ്റ്റ് നമ്മൾ ഫ്യൂച്ചറിന്റെയും ഈക്വിറ്റിന്റെയും ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാക്കുക. സോ അതാണ് നമ്മുടെ നെക്സ്റ്റ് ക്ലാസ് വരാൻ പോകുന്നത്. സോ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയിൽ കമന്റ് ചെയ്യുക, അതേമാതിരി നിങ്ങൾ ലൈക്ക് ചെയ്യുക. ദൻ മലയാളം നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക. ഓക്കെ, താങ്ക് യു. Investments in the securities market are subject to market risk. Read all the related documents carefully before investing.